ഇപ്പോൾ നമ്മുടെ ആറ്റുപുറം പള്ളിപ്പെരുന്നാളാണ്. 2-3 ദിവസത്തെ പരിപാടിയാണ്. ഇന്ന് 2ാമത്തെ ദിവസമാണ്. അപ്പം ഇന്ന് ഞങ്ങൾ രാത്രിയാകുമ്പോൾ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പോവുക. അപ്പോൾ ഞങ്ങൾ പള്ളി സ്കൂളിൻ്റെ വഴിക്ക് അങ്ങനെ പോയത്, മെയിൻ റോട്ടിൽ കൂടെ അല്ല പോയത്. അപ്പോൾ രാത്രി അവിടെ ബാൻഡ് സെറ്റും കാര്യങ്ങളും മത്സരമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. ഇപ്പോൾ പള്ളിപ്പെരുന്നാളായ ഞങ്ങളവിടെ വീടുകളിലൊക്കെ അവരൊക്കെ എല്ലാവരും ലൈറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ റോഡിൻ്റെ അവിടെ നിന്ന് വടക്കേക്കട നിന്ന് അങ്ങനെ സെൻറ്ററിൽ നിന്ന് പള്ളി വരെ ലൈറ്റ് ഇട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് അതൊക്കെ കാണാൻ. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഒന്നും അങ്ങനെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ആൾക്കാരൊക്കെ വരണുണ്ടായിരുന്നു. ഞങ്ങൾ ഇത്തിരി നേരത്തെ പോയത്, ഞങ്ങൾക്ക് അറിയില്ല അത് എത്ര മണിക്ക് എന്താണെന്നൊന്നും. അപ്പോൾ പള്ളിയൊക്കെ കാണാമല്ലോ വെച്ചിട്ട് നേരത്തെ പോയതാണ്. കാണാൻ മാത്രം ഉണ്ടായിരുന്നു ഇനി പള്ളി. അപ്പോൾ ഉള്ളിലൊക്കെ ഒന്ന് കയറി. അപ്പോൾ പള്ളിയുടെ ഉള്ളിലൊക്കെ കയറി കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് വീഡിയോ. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ല ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ എടുക്കാൻ പാടുമോ എങ്ങനെയെന്നൊന്നും അറിയില്ല. പിന്നെ ഇപ്പോൾ നമ്മളവിടെ ചെറിയ ഇങ്ങനെ കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒക്കെ അങ്ങനെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിലങ്ങനെ എടുത്തു. പിന്നെ ആരും വീഡിയോ എടുക്കണ കണ്ടിട്ടൊന്നും പറയുകയൊന്നും ചെയ്തില്ല. അപ്പോൾ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലത്തെ. ഞങ്ങളെല്ലാ കൊല്ലവും ഇങ്ങനെ പോവാറുണ്ട് പള്ളി പെരുന്നാൾ. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണല്ലോ. അപ്പോൾ നല്ല ഇന്നലെയൊക്കെ നല്ല കുട്ടികളുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ബാൻഡ് സെറ്റൊക്കെയാണ്. ഇനി നാളെ ഞായറാഴ്ച ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറെ പരിപാടി ഇങ്ങനെ തമ്പോലം അങ്ങനത്തെ ഒക്കെ പരിപാടികളും ശിങ്കാരിമേളം അതൊക്കെ നമ്മളെ ഈ റോട്ടിൽ നിന്നാൽ തന്നെ നമുക്ക് കാണാം. നല്ല പരിപാടികളുണ്ടാവും. പള്ളിയുടെ ഉള്ളിൽ അടിപൊളിയാണ്. കംപ്ലീറ്റ് ലൈറ്റിങ്ങും കാര്യമൊക്കെ ആയപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഇതിൽ കാണുന്ന പോലെയൊന്നുമല്ല, ഇതിലും നല്ല ഭംഗി ഡയറക്റ്റ് കാണുമ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ അവിടെയൊക്കെ ഒന്ന് ഇരുന്ന്. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് പോയിട്ട് അവിടെ കുറേ നേരം ഇരുന്നു. ആൾക്കാരൊക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും അവിടെ കസേര എടുത്തിട്ടിട്ട് അവിടെ ഇരുന്ന്. കച്ചവടക്കാരൊക്കെ ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഇങ്ങനെ കുട്ടികളെ ആകർഷിക്കാനേ തോന്നുന്നുണ്ട്. മുകളിലേക്ക് ഇങ്ങനെ ലൈറ്റ് കത്തണ ഒരു സാധനം എറിഞ്ഞിട്ട് ഇങ്ങനെ താഴെ വന്ന് വീഴുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ ചെറുതായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മഴയുണ്ട് ചെറുതായിട്ട്. കുറേ നേരം ഇരുന്നിട്ടും ഒന്നും പള്ളിയിലേക്ക് എത്തിയിട്ടില്ല. പുറത്തുനിന്നൊക്കെ ഇങ്ങനെ കൊട്ട് കേൾക്കാണ്ട് എന്നല്ലാണ്ട് പള്ളിയിലേക്ക് എത്തിയിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പിന്നെ എണീറ്റിട്ട് വടക്കേക്കാട് സെൻറ്ററിലേക്ക് ഇങ്ങനെ കൊട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് നടന്നു. പിന്നെ മഴയുടെയൊക്കെ ഒരു ഇതുണ്ട്. അപ്പം ഇനി അവിടെ ഇരുന്നാൽ കുടുങ്ങുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ മുക്കിലപീടികയിൽ വന്ന് നിന്ന്. അപ്പം അങ്ങനെ ഓരോ ടീമുകളായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരമൊക്കെ അവിടെ നിന്നിട്ട് കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പരിപാടികൾ എല്ലാ ഭാഗത്തുനിന്നും ഇങ്ങനെ വന്ന്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം അവിടെ കണ്ടു നിന്നപ്പോഴേക്കും പിന്നെ നല്ല മഴ പെയ്തത്. അപ്പോൾ അധികം നേരം പിന്നെ അവിടെ നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ മെല്ലെ വീട്ടിലേക്ക് നടന്ന്. പിന്നെ വീട്ടിലിരുന്നാലും നമുക്ക് കൊട്ടൊക്കെ നല്ലോണം കേൾക്കാം. അപ്പോൾ അവിടെ ഒക്കെ കഴിയുമ്പോഴേക്കും 12 മണിയൊക്കെ ആയിണ്ടായിരുന്നു തോന്നുന്നു. നല്ലോണം കേൾക്കുകയൊക്കെ ചെയ്യുക വീട്ടിലിരുന്നിട്ട്. പിന്നെ മഴ പെയ്ത കാരണം അധികം നേരമൊന്നും ഉണ്ടായില്ല തോന്നുന്നുണ്ട്. അവർക്ക് മത്സരം ഉണ്ടാവും എല്ലാ ഭാഗത്തുനിന്നും കൂടി വന്നിട്ടുള്ള ബാൻഡ് സെറ്റൊക്കെ പള്ളിയിൽ വെച്ചിട്ട്. അവിടെ വെച്ച് അങ്ങനെ കാണാൻ നല്ല രസമാണ്. നമുക്ക് അതൊന്നും കാണാൻ പറ്റിയില്ല. മഴ കാരണം നമ്മൾ അവിടുന്ന് പോരും ചെയ്ത്. പിന്നെ സെൻട്രലിൽ വെച്ച 2-3 ടീമുകളുടെയൊക്കെ പരിപാടി ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് പിന്നെ അങ്ങനെ പോവുക ചെയ്തത്. ഇപ്പം ഇന്ന് ഞായറാഴ്ച ഇന്നലത്തേക്കാൾ കൂടുതൽ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് മുഴുവനായിട്ട് കാണണം. അപ്പോൾ ഇനി ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ.